ആചാര്യപീഠത്തിൽ നമുക്കായി ശ്രീകണ്ഠേശ്വരൻ സ്വാമിവാര്യർ അദ്ദേഹത്തിൻ്റെ ഭഗവത് കഥാമൃതമാണ്. എത്രയോ കാലങ്ങളായി ശ്രീമദ് ഭാഗവതത്തെ, ദേവി ഭാഗവതത്തെ ഉപാസന ചെയ്യുന്ന ആ ഭാഗവതോത്തമനെ സന്തോഷപൂർവ്വം ബഹുമാനപൂർവ്വം പ്രഭാഷണ പീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമസംഗീർത്തനം ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. വാർദ്ധക്യം വന്നെത്തി, വ്യാധിയും വന്നെത്തി, ചിത്തത്തിലത്തടുമേറിയല്ലോ. വ്യാകുല ചിന്തകൾ കൂട്ടമായെത്തിട്ടു ആകുലമാക്കുന്നു മാനസത്തെ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. ദേഹം തളരുന്നു, ദാഹം പെരുകുന്നു, ദാഹനിർതെല്ലു ഇറങ്ങുകില്ല. കാസമാം ശ്വാസത്തിൽ തൊണ്ട കുരുങ്ങിട്ടു ശ്വാസവും കിട്ടാതുഴലും നമ്മെ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. ഭീഷണരൂപികൾ പാലന്റെ കിങ്കര വേഷം ഭയങ്കരം അമ്മേ കണ്ടാൽ. കാലനെ ആട്ടിയകറ്റുവാനായിട്ടു അമ്മേ നീയൻ മുമ്പിലെത്തിടണേ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. മഞ്ജീര ശിഞ്ചിര പുഞ്ചിരം പിന്നാദം മഞ്ജു മനോഹരം കേൾക്കണമേ. പുഞ്ചിരി തഞ്ചും തിരുമുഖം കൊണ്ടെന്നെ, പുഞ്ചിരി തഞ്ചും തിരുമുഖം കൊണ്ടെന്നെ തഞ്ചത്തിലങ്കത്തിലേക്കിടണേ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. അമ്മേ നാരായണ ദേവി നാരായണ
ലക്ഷ്മീനാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ ജയ നിന്മണി ദ്വീപത്തിലങ്കത്തിൽ ചേർത്തന്നെ താരാട്ടുപാടിയുവർക്കു കമ്മേ താരാട്ടുഗാനത്തിലമ്മ തൻ നാമത്തെ താരാട്ടുഗാനത്തിലമ്മ തൻ നാമത്തെ പാരം കുടിച്ചു ഞാനും നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേ കിടണേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ മാതകമായുള്ള അനുഭൂതി പൂണ്ടിട്ടു നിർലോഭം ലീനനായി തീർന്നിടണേ അമ്മേ ഭഗവതി കാരുണ്യരൂപിണി അമ്മേ ഭഗവതി കാരുണ്യരൂപിണി ചെമ്മേ നീവരം നൽകിടണേ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേ കിടണേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ വാർദ്ധക്യം വന്നെത്തി വ്യാധിയും വന്നെത്തി ചിത്തത്തിലത്തടുമേറിയല്ലോ വ്യാകുല ചിന്തകൾ കൂട്ടമായെത്തിയിട്ടു വ്യാകുല ചിന്തകൾ കൂട്ടമായെത്തിയിട്ടു ആകുലമാക്കുന്നു മാനസത്തെ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേ കിടണേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമണിശം സദ്വിഭാവയാമി വാഗവധാവസംഹൃതോ വാഗവധപ്രതിപത്തേ ജഗതപിതരം വന്ദേ പാർവതീ പരമേശ്വരം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ മാധർമ്മേ മധുകൈടഭക്തിമേഷപ്രാണാപഹാരോദ്യമേ ഹേളാനുമൃതധൂംഭലോചനമതേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഭരാസുവിധം ദുർഗേ നമസ്തേ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ശ്രീ
ചോറ്റാനിക്കരമേ ശരണം. നമ പാർവതീപതേ ഹര ഹര മഹാദേവ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ആനന്ദരൂപിണിയായ അമ്മയുടെ തിരുമുമ്പിൽ ഭാഗവതം കൊണ്ട് ഒരർച്ചന എത്രയോ വർഷങ്ങളായി അതങ്ങനെ നടന്നു വരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്താണ്, മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഭഗവതിയോടൊപ്പം ഗുരുവായൂരപ്പൻ നടന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് അമ്മേ നാരായണ എന്നുള്ള വിളി ഇവിടുന്നാണ് തുടങ്ങിയത്. ഇപ്പം ലോകം മുഴുവനായി എല്ലാം തുടങ്ങിയത് ചോറ്റാനിക്കരമ്മയാണ്. പത്മനാഭ സഹോദരി, പത്മനാഭ സഹോദരിയായിരിക്കുന്ന അമ്മയെ വിളിച്ചുകൊണ്ടാണ് ലോകം മുഴുവനും അമ്മേ നാരായണ എന്ന മഹാമന്ത്രം ജപിക്കേണ്ടത്. ഗുരുവായൂരപ്പനോടും കൂടി ചേർന്നിരിക്കുന്ന ആ പത്മനാഭ സഹോദരിയാണ് നമ്മൾ ചോറ്റാനിക്കരുമ്പോൾ നമ്മൾ കാണുന്നത്. സത്വഗുണപ്രധാനമായിരിക്കുന്ന മേലേക്കാവിളമ്മയും തമോ ഗുണപ്രധാനമായിരിക്കുന്ന ഭദ്രകാളിയായിട്ട് കീഴ്ക്കാവിളമ്മയായിട്ട് നിന്നുകൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഭാവം ആ അമ്മയുടെ മുന്നിൽ വരുമ്പോൾ നാമോ കുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ ചൊല്ലാറാണ്. നാവ് കുഴയാതെ നാമം ജപിക്കാറാവണം എന്നാണ് ഈ ശരീരം വീണ്ടും പോലും അറിയില്ലല്ലോ. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം ശ്രീശ്വരമഹർഷി പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയാണ് ഓരോ നിമിഷവും നമ്മുടെ അന്ത്യമാണ്. ഇനി നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അത്രയും നമ്മൾ ഓരോ നിമിഷവും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ ശരീരം എപ്പോൾ വീട് പോകും എങ്ങനെയാവുമെന്ന് അറിയില്ല. അതിന് മുമ്പായിട്ട് തന്നെ എന്ത് വേണം, ആ സച്ചിദാനന്ദ ഭൂമിയായിരിക്കുന്ന അമ്മയുടെ തിരുനാമങ്ങളെ ജപിക്കാൻ, ഗുരുവായൂരപ്പൻ്റെ തിരുനാമങ്ങളെ ജപിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാവണം. നാവിന് ബലമുള്ളപ്പോൾ, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമ്പോൾ, ചെവിട് കൊണ്ട് കേൾക്കാൻ സാധിക്കുമ്പോൾ, കൈകാലുകൾ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ, മനസ്സ് പ്രവർത്തിക്കുമ്പോൾ, ബുദ്ധി ഉറച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് വേണം, ശീലിക്കണം നന്നായിട്ട് അല്ലേ. ബാക്കിയെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ നാമം ജപിക്കാൻ മാത്രം പലപ്പോഴും നമ്മൾ മറന്നു പോകും. അവിടെയാണ് നമുക്ക് വരുന്നതായിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും. എത്രയോ ആളുകളാണ് പണ്ടുകാലം പഠിക്കാൻ നമുക്കറിയാം അല്ലേ. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അറിയാം കുട്ടിക്കാലത്തെ ഏതെല്ലാം തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയായിട്ടാണ് അമ്മയുടെ അടുത്തേക്ക് ഓടുകയ. വരുന്നവരെല്ലാം അവരുടേതായിട്ടുള്ള ഭാവങ്ങളൊക്കെ പ്രകടിപ്പിച്ച് അമ്മയുടെ നിവേദ്യം കഴിച്ചും അവിടുത്തെ പ്രദക്ഷിണം വെച്ചും നമസ്കരിച്ചും ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ തിരുമയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ച ചോറ്റാനിക്കരമ്മയുടെ മാത്രം പ്രത്യേകതയാണ്. അത് ഈ സ്ഥാനത്തിൻ്റെ ഒരു മഹിമയാണ്. ഏതെല്ലാം തരത്തിലുള്ള മാനസിക വിഷമങ്ങളായിക്കോട്ടെ അതെല്ലാം തീർത്ത് അനുഗ്രഹിക്കാൻ അമ്മയെപ്പോലൊരു കാരുണ്യം. അന്നേ എത്രയോ കാലമായി ഇതേപോലെ തന്നെ ഭാഗവത സദർഭയെ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി. അവിടെ കേൾക്കുമ്പോൾ തന്നെ കാണാം ഒരു ഭട്ടതിരിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ വിദ്യാപുരത്തിൽ, ചെമ്മങ്ങാട് ഭട്ടതിരി. ഈ ക്ഷേത്രം ഇതേപോലെ ആക്കിയത് അദ്ദേഹമാണെന്ന് പറയുന്നു. അമ്മയുടെ ചൈതന്യത്തിനെ ഇത്രയധികം വർദ്ധിപ്പിച്ച് നമുക്കെല്ലാം അമ്മാന്ന് വിളിക്കുമ്പോഴേക്കും ഓടി നമ്മുടെ അടുത്തേക്ക് വരാൻ പാകത്തിനാക്കി മാറ്റിയത് അദ്ദേഹം വേണ്ടിയിട്ടാണ്.